ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2025 CDS എക്സാം എത്ര ടൈംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എന്നാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, അതായത് ഡേറ്റ്, എപ്പോഴാണ് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷൻ എന്ന് വരും, എന്നാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, എപ്പോൾ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി UPSC, CDS, CSC, കേരള PSC, SSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ CDSന്റെ ഫുൾ ഫോം വരുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ എന്നാണ്. CDS എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഒരു വർഷത്തിൽ 2 തവണയാണ് CDS എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. CDS 1 എക്സാമിനേഷൻ 2025 ഫസ്റ്റ് CDS എക്സാമിനേഷൻ നടക്കുന്നത് എന്നാന്ന് നോക്കാം. അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് 11 ഡിസംബർ 2024 നോട്ടിഫിക്കേഷൻ വരുന്നത്. കൂടാതെ ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2024 ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് വരുന്നത് 13 ഏപ്രിൽ 2025 ആണ്. 13 ഏപ്രിൽ 2025 എന്ത് CDS ഫസ്റ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് 11 ഡിസംബർ 2024. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 ഡിസംബർ 2024. കൂടാതെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 13 ഏപ്രിൽ 2025. ഇനി CDS 2 എക്സാമിനേഷൻ, അതായത് ഒരു വർഷത്തിൽ 2 തവണയാണ് CDS എക്സാം നടത്തപ്പെടുന്നത്. ഒന്നാമത്തെ എക്സാം ഏപ്രിലാണ് നടത്തപ്പെടുന്നത്, രണ്ടാമത്തെ എക്സാം സെപ്റ്റംബറിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ CDS 2 എക്സാമിനേഷൻ നടത്തുന്നത് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ 28 മെയ് 2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂൺ 2025 ആണ്. എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് 14 സെപ്റ്റംബർ 2025 ആണ്. 2024 CDS 2 എക്സാമിനേഷൻ നടക്കുന്നത് 1 സെപ്റ്റംബറിലാണ്. 2025 CDS 2 എക്സാമിനേഷൻ നടക്കുന്നത് 14 സെപ്റ്റംബറിലാണ്. CDS 2 എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ 28 മെയ് 2025. ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂൺ 2025. എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 14 സെപ്റ്റംബർ 2025. CDS എക്സാമിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 19 തൊട്ട് 25 വരെയാണ്. അതായത് ഇതിപ്പോ IMA, INA, AFA, OTA അതിൽ എല്ലാത്തിനും കൂടി ഉള്ള ഏജ് ലിമിറ്റ് അല്ല ഇത്. എല്ലാത്തിനും കൂടെ വരുന്ന ഒരു ഏജ് ലിമിറ്റ്, അതായത് CDS എക്സാമിന്റെ ഏജ് ലിമിറ്റ് ആണ് 19 തൊട്ട് 25 വരെ വരുന്നത്. ഇതിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഗ്രാജുവേഷൻ ആണ്. എവിടുന്ന് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് CDS എക്സാം അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. CDS എക്സാം നടത്തപ്പെടുന്നത് IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, INA, ഇന്ത്യൻ നേവൽ അക്കാദമി, AFA, എയർഫോഴ്സ് അക്കാദമി, OTA, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമികളിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ആണ്. ഇതിലെ ഏജ് ലിമിറ്റ് പറയാം. IMAയുടെ ഏജ് ലിമിറ്റ് 19 തൊട്ട് 24 വരെയാണ്. 19 തൊട്ട് 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. INAയിലെ ഏജ് ലിമിറ്റ് വരുന്നത് 19 തൊട്ട് 22 വരെയാണ്. AFAയുടെ ഏജ് ലിമിറ്റ് വരുന്നത് 19 തൊട്ട് 23 വരെയാണ്. OTAയുടെ ഏജ് ലിമിറ്റ് ആണെന്ത് 19 തൊട്ട് 25 വരെ വരുന്നത്. ഒന്നുകൂടി ഏജ് ലിമിറ്റ് പറയാം. IMAക്ക് 19 തൊട്ട് 24 വരെ, INAക്ക് 19 തൊട്ട് 22 വരെ, AFAക്ക് 19 തൊട്ട് 23 വരെ, കൂടാതെ OTAക്ക് 19 തൊട്ട് 25 വരെ. എക്സാമിന്റെ സിലബസ്, പഠിക്കേണ്ട സബ്ജക്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ അത് നോക്കുക, പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം. സബ്ജക്ട്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, മാത്സ്, ജനറൽ സയൻസ്, ജനറൽ നോളജ്. കൂടാതെ OTAക്ക് മാത്സ് ഇല്ല. OTAക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണുക. സബ്ജക്ട്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇംഗ്ലീഷ്, മാത്സ്, ജനറൽ സയൻസ് ആൻഡ് ജനറൽ നോളജ്. കൂടാതെ
എക്സാമിന്റെ സിലബസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതെല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നുകൂടി പറയാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ ശ്രദ്ധിക്കുക. കൂടാതെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോ കൂടെ ആഡ് ചെയ്തേക്കാം. എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്, മാക്സിമം എത്ര നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് നല്ലത്. കൂടാതെ CDS എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി ടൈം ഒന്നും വേണ്ട, ഏറ്റവും കൂടുതൽ ഒരു 3 മാസമൊക്കെ മതി. അതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CDS എക്സാം. പക്ഷേ CDS ഫസ്റ്റിനാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് ടൈം ഉണ്ട്. സോ സെപ്റ്റംബറിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സെപ്റ്റംബർ മാസത്തിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സാമിനെ നല്ല രീതിക്ക് മനസ്സിലാക്കുക. എക്സാമിന്റെ പാറ്റേൺ, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മനസ്സിലാക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് സെപ്റ്റംബറിൽ ചെയ്യേണ്ടത്. പിന്നെ ഒക്ടോബർ തൊട്ട് ജനുവരി വരെയുള്ള സമയത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. കൂടാതെ ഫെബ്രുവരി മാർച്ച് സമയത്ത് പഠിക്കുക, കൂടാതെ റിവിഷൻ ചെയ്യുക. പിന്നെ ഏപ്രിൽ 1 തൊട്ട് 11 വരെയുള്ള ടൈമിൽ ഫൈനൽ റിവിഷൻ നടത്തുക. കാരണം ഏപ്രിൽ 13-നാണ് എക്സാം. പക്ഷേ ഏപ്രിൽ 1 തൊട്ട് 11 വരെയുള്ള ടൈമിൽ ഫൈനൽ റിവിഷൻ നടത്തുക. സെപ്റ്റംബറിൽ എക്സാമിനെ നല്ല രീതിയിൽ അറിയുക, എല്ലാ PYQs ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒക്ടോബർ തൊട്ട് ജനുവരി വരെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഫെബ്രുവരി ടു മാർച്ചിൽ സ്റ്റഡി പ്ലസ് റിവിഷൻ. ഏപ്രിൽ 1 തൊട്ട് 11 വരെ ഫൈനൽ റിവിഷൻ ചെയ്യുക. CDS എക്സാം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. CDS അതായത് ആദ്യത്തെ CDS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 2025-ലെ നോട്ടിഫിക്കേഷൻ വരുന്നത് 11 ഡിസംബർ 2024-ലാണ്. നമ്മളുടെ ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2024 ആണ്. കൂടാതെ എന്നാണ് എക്സാം നടക്കുന്നത്, എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 13 ഏപ്രിൽ 2025-ലാണ്. ഏപ്രിൽ 13-നാണ് എന്ത് എക്സാം നടക്കുന്നത് 2025. പിന്നെ CDS 2 എക്സാമിനേഷൻ 2025-ന്റെ ഡേറ്റ് വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് 28 മെയ് 2025-ലാണ്. ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂൺ 2025-ആണ്. കൂടാതെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 14 സെപ്റ്റംബർ 2025-ആണ്. UPSC, CSC, CDS, കേരള PSC, SSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.